സ്വമേധയായിരിക്കാം. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വലിയൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ്, ഒരു മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഹാളിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ 3 തലത്തിലൂടെ ആയിരിക്കും ഈ ഒരു പ്രോഗ്രാം കടന്നു പോകുന്നുണ്ടാവുക. മോദി കെയർ എന്ന കമ്പനിയുടെ പ്രൊഫൈൽ, കമ്പനിയിലുള്ള പ്രോഡക്ട്സ് ആൻഡ് ഫൈനലി ഇൻകം പ്ലാൻ. സോ പ്രോഗ്രാമിലുടനീളം നിങ്ങൾ ഉണ്ടായിരിക്കുക എന്ന റിക്വസ്റ്റ് ആണ്. പ്രോഗ്രാം കഴിയാതെ നിങ്ങൾ പ്രോഗ്രാമിനെ ലീവ് ചെയ്ത് പോകരുത്. എന്റെ പേര് നിമിഷ ഷിബാസ്, സ്വദേശം കോഴിക്കോട് മീഞ്ചന്തയാണ്. സോ ഇന്നത്തെ ഒരു പരിവർത്തനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ എംപവർമെന്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക്, ഒരു വീട്ടമ്മയ്ക്ക് ഒരു വരുമാനം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കുടുംബത്തിനെയും അതുപോലെ തന്നെ സമൂഹത്തിനെയും ഒരുപോലെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്ത്രീ ശാക്തീകരണം അത് ശരിക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക, മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കുടുംബത്തിനും കൂടി ഒരു താങ്ങും തണലും നമ്മളുടെ കാരണം കൊണ്ടാകാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഏതൊരു സ്ത്രീയുടെയും ഒരു സ്വപ്നമാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഒരിക്കൽ കൂടി ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് മോദി കെയറിൽ ഒരുപാട് ലീഡേഴ്സ് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവും, അവർക്കും എന്റെ ഹാർദവമായ സ്വാഗതം. സോ ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് കമ്പനിയുടെ പ്രൊഫൈലാണ്. നമുക്കറിയാം, ഒരു കമ്പനി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ കമ്പനി ഏത് തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഇന്ന് ഈ പ്രൊഫൈൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഒരു വീട്ടമ്മ തന്നെയാണ്. ഞാൻ അഭിമാനത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അതായത് കാർ എടുക്കാനുള്ള ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ്. ഒരു സാധാരണ വീട്ടമ്മ, ഏകദേശം 1.5 വർഷമായിട്ട് മോദി കെയർ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മീഞ്ചന്ത ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്, മോദി കെയർ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഓണർ കൂടിയാണ്. സോ ഐ പ്രൗഡ്ലി വെൽക്കം ജസീല മാഡം. വെൽക്കം 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 ജസീല മാഡം. ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യാം. ഓക്കെ താങ്ക് യു. സ്ക്രീന് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ തുടങ്ങട്ടെ നിമിഷ മാഡം. അപ്പോ ഞാൻ എല്ലാവർക്കും ഇന്നൊന്ന് പരിചയപ്പെട്ടാം. ആദ്യം തന്നെ ഹൈ, ഗുഡ് മോദി കെയർ മോർണിംഗ്. എന്റെ പേര് ജസീല എന്നാണ്. ഞാൻ ബിഫോർ മോദി കെയർ ഒരു വീട്ടമ്മയായിരുന്നു. ഞാനിപ്പോ ബിസിനസ്സായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഏകദേശം 1.5 വർഷത്തോളമായി. ഇപ്പോൾ ഞാൻ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നുള്ള പൊസിഷനിൽ നിൽക്കുന്നു. ഇനി എന്താണ്, നമുക്ക് പരിവർത്തനം എന്നുള്ള ആ ഒരു പേജിലേക്ക് കടക്കാം. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സമീർ മോദി സാറിന്റെ പിക്ചറാണ് ഫസ്റ്റ് പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ സാറിന് വെച്ചാൽ സാറിന്റെ ഒരു തോട്ട് ഉണ്ട്, അതായത് സോച്ച് ബദലോ ഖുദ്കോ ബദലോ ദുനിയ ബദലോ. എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റൂ, നിങ്ങൾ സ്വയം മാറൂ, നിങ്ങൾക്ക് നിങ്ങൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും. വലിയൊരു വാചകമാണ്. സംഭവം 3 വാക്കിൽ ഒതുക്കിയെങ്കിലും പക്ഷെ അത് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് വീട്ടമ്മമാർക്ക് ഒരുപാട് വരുമാനങ്ങളും നേടിക്കൊടുത്ത ഈ ഒരു ഒറ്റ ചിന്തയിൽ നിന്നാണ്. അപ്പൊ ഇതാണ് ഈ ഫസ്റ്റ് പരിവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ മാറ്റം. ഇതാണ് മാറ്റം ഉൾക്കൊണ്ട് നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സ്വയം മാറാനും അതുപോലെ തന്നെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനും കഴിയുന്നതാണ് സാർ ഈ ഒരു പേജിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. നെക്സ്റ്റ് പേജ്. ഹോപ്പ് ടു ഫ്രീഡം. നമുക്ക് എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മൾ എല്ലാവർക്കും നല്ലൊരു വീട് വേണം, അതുപോലെ നല്ലൊരു വാഹനം വേണം, അതുപോലെ നമുക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഏതൊരു മനുഷ്യന്മാരാണെങ്കിലും എല്ലാവരും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ എത്രത്തോളം ആളുകളാണ് ഈ ഒരു എല്ലാ ആഗ്രഹങ്ങളും പൂവണിഞ്ഞുകൊണ്ട് ഈ ഒരു ജീവിതത്തെ സഫലമാക്കി മുന്നോട്ട് പോകുന്നത്? വളരെ ചുരുക്കം പേരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതന്നെ അവരവരുടെ ജീവിതത്തിന്റെ 3/4 ഭാഗവും കഴിയുമ്പോഴായിരിക്കും ഈ ആഗ്രഹമൊക്കെ അവര് സ്വന്തമാക്കുക. അപ്പോഴൊക്കെ അവരുടെ ഹെൽത്തിൽ ഭയങ്കരമായിട്ട് ഒരുപാട് വീക്ക് ആയിട്ടുണ്ടാവും അല്ലെ. നമ്മളിപ്പോ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാല്
നമ്മൾ എന്താണ് പ്രവാസ ലോകത്തേക്ക് പോയിട്ട്, അതായത് പ്രവാസിയായിട്ട് അവിടെ ഒരുപാട് ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സ്വപ്നങ്ങളൊക്കെ നമ്മൾ സാക്ഷാത്കരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ മോദി കെയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്വപ്നമുള്ള ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ അവരുടെ മനസ്സിൽ ദൃഢമാണെങ്കിൽ അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു വേദി തന്നെയാണ് നമ്മുടെ മോദി കെയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എന്ത് സ്വപ്നം ഉണ്ടോ അതൊക്കെ നമുക്ക് നമ്മുടെ മോദി കെയറിനും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. റെക്കഗ്നേഷൻ ആണെങ്കിലും നമുക്ക് വാഹനമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ആണെങ്കിലും എന്തും നേടിയെടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മോദി കെയർ ഓപ്പർച്യൂണിറ്റി. അപ്പൊ നിങ്ങൾ സ്വപ്നങ്ങളുള്ള ആളുകളാണോ, നിങ്ങൾക്കാണ് ഇവിടെ സ്ഥാനം എന്നാണ് ഈ ഒരു പേജിൽ നമുക്ക് വ്യക്തമാവുന്നത്. നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലും കോസ്റ്റ് ഓഫ് ലിവിങ് അല്ലെ, നമുക്ക് 1960 കാലഘട്ടങ്ങളിലാണെങ്കിൽ വെറും 100 രൂപ മതിയായിരുന്നു നമുക്ക് വീട്ടു ചെലവ് കഴിഞ്ഞു പോകണമെങ്കിൽ. പിന്നെ അത് 1980 ആയപ്പോൾ 1000-ലേക്കും, 2000 കാലഘട്ടം ആയപ്പോൾ 10,000-ലേക്കും, 2022-23 ഇപ്പൊ ഏകദേശം 1,00,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിത ചെലവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല അല്ലെ. പക്ഷെ ഒരിക്കലും ഇതൊരു ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫിന്റെ കാര്യമല്ല പറയുന്നത്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കാര്യമാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എങ്ങനെയാണെങ്കിലും മക്കളെ വിദ്യാഭ്യാസം, അതുപോലെ കുറച്ച് EMI ഉണ്ടാവും, അതുപോലെ ഹോസ്പിറ്റൽ കേസസ് ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോരോ ചെലവുകളാണ് നമുക്ക് ഓരോ മാസത്തിലും ഉണ്ടാവുക. വരവ് കുറവും ചെലവ് കൂടുതലായിരിക്കും. ഓരോ വീട്ടിലെ അവസ്ഥ ഇത് തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു വ്യക്തി, അതായത് ആ ഒരു വ്യക്തി 20 വയസ്സ് കഴിഞ്ഞ ഒരു ജോലിയിൽ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40 വർഷം നമ്മൾ എന്താക്കാണ്, നമ്മളൊരു ആക്റ്റീവ് ഇൻകത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ അവിടെ വർക്ക് ചെയ്യണം. 40 വർഷം, അതായത് 20 വയസ്സിൽ ജോലിക്ക് ചേറിയ ആ ഒരു വ്യക്തി 40 വർഷം അവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു കമ്പനീന്റെ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് അവരുടെ എല്ലാ കഴിവുകളും അവിടെ പ്രയോഗിച്ച് 40 വർഷം കഴിഞ്ഞ് ആ ആള് എന്താണ് ഹെൽത്തി വീക്കായ സമയത്ത് ഓരെന്താക്കും, ആ ഒരു ജോലി റിസൈൻ ചെയ്യും. അപ്പൊ അവർക്ക് എന്താണ്, നോ വർക്ക് നോ ഇൻകം, അവർക്ക് സാലറിയും ഇല്ല, അതുപോലെ തന്നെ അവരുടെ പ്രായവും കഴിഞ്ഞു പോയി. അതാണ് ഈ ഒരു പേജിൽ നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് നോക്കുകയാണെന്നല്ല ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെ പറയാൻ പറ്റും. കാരണം മോദി കെയർ കമ്പനി തികച്ചും വ്യത്യസ്തമായിട്ട് 2 മുതൽ 5 വർഷം വരെ നിങ്ങൾ മോദി കെയറുമായിട്ട് മനസ്സുകൊണ്ട് ബിസിനസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലൈഫ് ലോങ്, അതായത് നിങ്ങൾക്ക് പിന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ആസ്വദിച്ച് നമുക്ക് സന്തോഷത്തോടുകൂടി, അതായത് നമുക്ക് ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഈ ഒരു പേജിൽ നമുക്ക് വ്യക്തമാകുന്നത്. നെക്സ്റ്റ്. ഇനി ട്രഡീഷണൽ മാർക്കറ്റും ഡയറക്ട് സെല്ലിങ്ങും. നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റ് ആയിരിക്കും ഒരുപാട് പേരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, അതായത് നമുക്ക് ഉറപ്പുണ്ടോ നമ്മൾ കസ്റ്റമേഴ്സ്, അതായത് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ ആ മാർക്കറ്റ് വിലയിൽ, അതായത് ആ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന അതേ റേറ്റിലാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്ന് നമുക്കറിയോ? ഒരിക്കലും അല്ല അല്ലെ. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 35 രൂപയുടെ പ്രൊഡക്റ്റ്, അതായത് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 35 രൂപയാണെങ്കിൽ നമ്മുടെ കയ്യിൽ, അതായത് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തുന്ന ടൈമിൽ അത് 100 രൂപയിൽ എത്തുന്നു. ബാക്കിയുള്ള പൈസ എവിടെ പോകുന്നത് എന്ന് വെച്ചാൽ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതുപോലെ തന്നെയാണ് പരസ്യം ഇല്ലാത്ത ഒരു കമ്പനിയും ഇല്ല അല്ലെ. ഏത് ബ്രാൻഡിനാണെങ്കിലും പരസ്യം ഉണ്ടാവും. ഇവിടാണ് തികച്ചും വ്യത്യസ്തമായിട്ട് ഡയറക്ട് സെല്ലിംഗ്, അതായത് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന അതേ റേറ്റ് തന്നെ ഉപഭോക്താവിലേക്ക് എത്തുന്ന ഒരു രീതിക്കാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വരുമാനം ആർക്കാ കിട്ടുന്നത്? നമ്മൾ കസ്റ്റമേഴ്സിന് തന്നെ കിട്ടുന്നത്. ഇതിലുള്ള പരസ്യം ആരാണ്? നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളാണ് ഇതിലുള്ള പരസ്യം എന്ന് പറയുന്നത്. മൗത്ത് പബ്ലിസിറ്റി ഇതിലാണ് ഏറ്റവും വലിയ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് സെലിബ്രിറ്റീസ് ആയിട്ട് മാറുന്നത്. നമുക്ക് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു റേറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഉൽപ്പന്നം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, അതിലുള്ള ഇടനിലക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു വരുമാനം കൂടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗും അതുപോലെ ഡയറക്ട് സെല്ലിംഗും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് പേജ്. ബെനിഫിറ്റ് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. എന്താണ് നമുക്ക് ഡയറക്ട് സെല്ലിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് നോക്കാം. അതായത് നമ്മൾ ഡയറക്ട് സെല്ലിംഗ്, അതായത് നമ്മൾ ഈ ഒരു ബിസിനസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് 1 രൂപന്റെ പോലും ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. ലോ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് അതിൽ റിസ്ക് വരുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസ്ക് വരുള്ളൂ. ഇതിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് റിസ്ക്കും ഇല്ല. പിന്നാണ് ഇതിൽ പ്രത്യേകിച്ച് എന്താണ്, ഒരു ഷോപ്പിന്റെയോ ഒരു സ്റ്റാഫിന്റെയോ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങൾ നമ്മുടെ മോദി കെയറിന്റെ ബ്രാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബിസിനസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാവും. പിന്നാണ് ഇത് നമുക്ക് ബിസിനസ് ജനറേഷൻ, അതായത് ഈ നമ്മുടെ ബിസിനസ്സിലുള്ള ഒരു വ്യക്തി, അതായത് എന്നെ തന്നെ ഉദാഹരണമായിട്ട് പറയാം. ഞാൻ ഈ ബിസിനസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ മരണപ്പെട്ടു പോയി. പക്ഷെ എന്റെ ബിസിനസ് ഞാൻ നോമിനി ആയിട്ട് ആരാണ് വെക്കുന്നത് അവർക്ക് ഈ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും.
അതാണ് ഈ ബിസിനസ് ജനറേഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ടൈം ഫ്രീഡം ഇതിലുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സാണ്. ഇതിൽ പ്രത്യേകിച്ച് എന്താണ് ടൈമിന്റെ കാര്യമൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ സൗകര്യം ഉണ്ടാവും ആ ടൈമിൽ നമ്മൾ ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോയാൽ മതി. ഡെയിലി നമ്മൾ ഒരു 1 hour ആണെങ്കിൽ ആ 1 hour കറക്റ്റ് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്താൽ മതി. അത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഏതൊരു മേഖലയിലാണെങ്കിലും ആദ്യം ചോദിക്കുന്ന കാര്യം എന്താണ്? എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇതിൽ നിന്നാൽ എക്സ്പീരിയൻസിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ആണെങ്കിൽ ഇതൊരു പാസീവ് ഇൻകം, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 2 മുതൽ 5 വർഷം വരെ ഈ ഒരു ബിസിനസ്സായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അതിലാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ജോലിക്ക് പോകുന്ന, അതായത് ജോബുള്ള ഒരുപാട് ആളുകൾക്ക് ഇതൊരു പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഈ ഒരു പേജിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ്. ഓ വണ്ടർഫുൾ പേഴ്സൺ അല്ലേ? നമ്മളെ പോലത്തെ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് അംഗീകാരങ്ങളും അതുപോലെ കൈ നിറയെ പണമൊക്കെ തരുന്ന നല്ലൊരു വ്യക്തിത്വം, നമ്മുടെ സെക്കൻഡ് ഗോഡ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന നമ്മുടെ സമീർ മോദി സാറിന് കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ കൈ കൂപ്പി നിൽക്കാനാ തോന്നുക. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം, സാറിന്റെ ആ ഒരു ആഗ്രഹം തന്നെ അതാണ്. ഇൻ ലൈഫ് ലോങ് നമുക്ക് ആസാദി അല്ലെ, നമുക്ക് സ്വാതന്ത്ര്യം വേണം, അതുപോലെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. 1996 ലോഞ്ച് ചെയ്ത കമ്പനിയാണ് നമ്മുടെ മോദി കെയർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി കൂടിയാണ് നമ്മുടെ മോദി കെയർ. അതാണ് ഈ ഒരു പേജിൽ വ്യക്തമായിട്ട് പറയുന്നത്. നെക്സ്റ്റ്. ഒരുപാട് അവാർഡ്സും റിവാർഡ്സും ഒക്കെ നമ്മുടെ കമ്പനി സ്വന്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ IDS അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി കൂടിയാണ്. IDSന്റെ ഫൗണ്ടിങ് മെമ്പർ കൂടിയാണ് നമ്മുടെ മോദി കെയർ. നെക്സ്റ്റ്. 27 വർഷമായി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ലെഗസി സ്റ്റോറി എന്ന് പറയുന്നത് സമീർ മോദി സാറിന്റെ മുത്തശ്ശനാണത്. റായ് ബഹദൂർ ഗുജർമാൾ മോദി എന്നാണ് സാറിന്റെ പേര്. 1933 ഒരു ഷുഗർ ഫാക്ടറിയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു കമ്പനി പിന്നെ ഏറ്റെടുത്തത് KK മോദി, അതായത് സാറിന്റെ റായ് ബഹദൂർ ഗുജർമാൾ സാറിന്റെ മകനാണ് KK മോദി. അവരുടെ വൈഫാണ് മീന മോദി. ഇവർ രണ്ടാളും മകനാണ് സമീർ മോദി സാറ്. നമ്മുടെ ചെയർമാനാണ് സമീർ മോദി സാർ. സമീർ മോദി സാറിന്റെ ഒരു സംരംഭമാണ് മോദി കെയർ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇതാണ് അവരുടെ ലെഗസി സ്റ്റോറി എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ട് അവർ ബിസിനസ് മേഖലയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ മഴക്കോ മിനിയാത്ത മഴക്കോ പൊട്ടിമുളച്ച ഒരു കമ്പനിയല്ല. ഒരുപാട് ബിസിനസ് പാരമ്പര്യമുള്ള ഒരു കമ്പനിയുടെ ചെറിയ ചെറിയ മേഖലയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് നമ്മളൊക്കെ. അതുപോലെ അതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. നമ്മുടെ കമ്പനിക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു പാരമ്പര്യമുണ്ട്. അതാണ് ഈ ഒരു പേജിൽ സാറ് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ്. നമ്മുടെ മോദി കെയറിൽ 1800 കോടി സെയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 55 ലക്ഷത്തിലധികം ഡയറക്ട് സെല്ലേഴ്സ് ഉണ്ട്. 10,000-ത്തിലധികം ന്യൂ ജോയിനേഴ്സ്, അതായത് പുതിയ ആളുകൾ 10,000-ത്തിലധികം പെർ ഡേ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 5000 ടൗണുകളിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. 5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു സ്ക്വയർ ഫീറ്റ് വെയർ ഹൗസേഴ്സ് ഉണ്ട് നമുക്ക്. 17,000 പിൻകോഡിൽ സർവീസ് അവൈലബിൾ ആണ്. 15,000-ൽ പരം ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകൾ, അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് മീൻചന്തയാണ്. അതുപോലെ 15,000-ത്തിലധികം ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ കേട്ടു? നല്ലൊരു കമ്പനിയാണെന്ന് കേട്ടു, അതുപോലെ നല്ല പാരമ്പര്യമുണ്ട്, അതുപോലെ ഒരുപാട് സെയിൽ നടത്തുന്നുണ്ട്, 27 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടു അല്ലെ? ഇനി ഇതൊക്കെ നമുക്ക് എന്താണ്, ഒരു കമ്പനി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല കമ്പനിയാണോന്നും നല്ല ക്രെഡിബിലിറ്റി ഉണ്ടോന്നും അതിന്റെ പാരമ്പര്യം എങ്ങനെയാന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ? അതൊക്കെ നമുക്ക് മനസ്സിലായി. അതൊക്കെ 100-ൽ 101% ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് എന്താ വേണ്ടത്? നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ആണ് അല്ലെ? അപ്പൊ ഇതിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണുള്ളതെന്നും ഏതൊക്കെ കാറ്റഗറി ആണെന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കതിൽ 14 തരം കാറ്റഗറി വരുന്നുണ്ട്. അതായത് വെൽനെസ് ആൻഡ് ന്യൂട്രീഷൻസ് വരുന്നുണ്ട്, അതുപോലെ കളർ ആൻഡ് കോസ്മെറ്റിക്സ് വരുന്നുണ്ട്, അതുപോലെ സ്കിൻ കെയർ വരുന്നുണ്ട്, ഫുഡ് ആൻഡ് ബിവറേജസ് വരുന്നുണ്ട്, ഓട്ടോ വാഷ് വരുന്നുണ്ട്, പിന്നെ പേഴ്സണൽ കെയർ, അങ്ങനെ ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട്. ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് നിമിഷ മാഡം വേറൊരു ഷഫ്ന മാഡത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും എന്റെ ഡ്യൂട്ടി അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു പോയപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഷഫ്ന മാഡത്തിന്റെ പ്രൊഡക്ട് ട്രെയിനിങ്ങിലേക്ക് പോവാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഷഫ്ന മാഡം പറഞ്ഞുതരും. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ ആദ്യമായിട്ടാണ് സൂമിൽ. ഓക്കെ, നിമിഷ മാഡം. താങ്ക് യു ജസീല മാഡം. വണ്ടർഫുൾ പ്രസന്റേഷൻ. കമ്പനിയുടെ പ്രൊഫൈല് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. കാരണം ഇനി നമുക്കൊന്നും ആലോചിക്കാനില്ല, കമ്പനിയുടെ പാരമ്പര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനിയിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. കാരണം പ്രോഡക്ട്സ് ആണ് നമ്മുടെ ബിസിനസിന്റെ ബാക്ക് ബോൺ. അതെല്ലാവർക്കും അറിയാം. ഒരു കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർബ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വേണം.
സോ എന്തുകൊണ്ടും ഈ ഒരു പ്രോഡക്ട്സ് പ്രസന്റ് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. എന്റെ തന്നെ ടീമിലെ ഒരു പവർഫുൾ ലീഡർ ആയിട്ടുള്ള കാർ ഫണ്ട് അച്ചീവർ ആയിട്ടുള്ള സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്കിൽ നിൽക്കുന്ന ഷഫ്ന മാഡത്തിനാണ്. ഷഫ്ന ഷാബുദ്ദീൻ ഫ്രം പുന്നൂർക്കുളം. ഐ പ്രൗഡ്ലി ഇൻവൈറ്റ് ഷഫ്ന മാഡം. വെൽക്കം ഷഫ്ന മാഡം. താങ്ക് യു നിമിഷ മാഡം. നിമിഷ മാഡം എന്നെ പരിചയപ്പെടുത്തി. ഷഫ്ന ഷാബുദ്ദീൻ ഫ്രം പുന്നൂർക്കുളം, തൃശൂർ ഡിസ്ട്രിക്ട്. അപ്പം നമുക്ക് ഇവിടെ ജസീല മാഡം നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നു. അപ്പൊ കമ്പനി ഇത്രയും വർഷം, അതായത് 27 വർഷം പാരമ്പര്യമുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ഈ കമ്പനി നിലനിൽക്കണമെങ്കിൽ അത്രയും ക്വാളിറ്റി പ്രോഡക്ട്സ് അല്ലേ നമ്മുടെ കമ്പനിക്ക് ഉണ്ടാവുക. കാരണം അത്രയും ക്വാളിറ്റി അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വാങ്ങിക്കും എല്ലാവരും, പിന്നീട് അത് വാങ്ങിക്കൂല. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് കമ്പനിക്ക് ഇത്രയും നാളത്തെ ഒരു ക്രെഡിബിലിറ്റി ഉള്ളത്. അപ്പൊ നമ്മുടെ പ്രോഡക്ട്സ് ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 14 കാറ്റഗറിയോളം പ്രോഡക്ട്സ് ആണ് നമുക്ക് കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വരുന്നത് ന്യൂട്രീഷൻ വരുന്നുണ്ട്, കളർ കോസ്മെറ്റിക്സ്, സ്കിൻ കെയർ, ഫുഡ് ആൻഡ് ബeverages, ഓട്ടോ കെയർ, പേഴ്സണൽ കെയർ, ലോണ്ടറി കെയർ, ഹോം കെയർ, അഗ്രി, അതുപോലെ ലൈഫ് സ്റ്റൈൽ, ജ്വല്ലറി, SM വാച്ചസ്, ഡിവൈൻ, ഇങ്ങനെയുള്ള 14 കാറ്റഗറിയോളം പ്രോഡക്ട്സ് ആണ് നമുക്ക് കമ്പനി തന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് വെൽനസ് കാറ്റഗറിയാണ്. വെൽനസ് നമുക്കറിയാം അല്ലെ, ആരോഗ്യം. ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന ഒരു ഇൽനെസ് കാലഘട്ടത്തിലൂടെയാണ്. കാരണം നമ്മൾ വീട്ടിൽ പലരും രോഗികളാണ്. രോഗമില്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും വീട്ടില്. കാരണം എന്താ, നമ്മൾ ശരിയായ രീതിയിലുള്ള പോഷകങ്ങൾ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പഴങ്ങളായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാം മായം കലർന്നതാണ്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ സ്ട്രോക്കും കിഡ്നി പേഷ്യൻസും ലിവർ പേഷ്യൻസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ഓരോരുത്തരുടെ വീട്ടിലും എണ്ണിയാൽ അത്രയും അധികം ആൾക്കാരാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ, നമ്മുടെ ജീവിതശൈലിയിൽ ഒരു മാറ്റം വരുത്താൻ, നമ്മുടെ അസുഖങ്ങളിൽ നിന്നൊന്നും അകറ്റി നിർത്താൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ തരുന്ന ഒരു കാറ്റഗറിയാണ് വെൽനെസ് എന്ന് പറയുന്നത്. അതിൽ വെൽനെസ്സിൽ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ എടുത്തു പറയുന്ന നോനി ജ്യൂസസ് ആയിട്ട് 4 തരം ജ്യൂസസ് അവൈലബിൾ ആണ്. നോനി, അംല, അലോവേറ ജ്യൂസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ജിമ്മിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐസോട്ടോണിക്, വേ പ്രോട്ടീൻ, അങ്ങനെയുള്ള പ്രോട്ടീൻസ് അവൈലബിൾ ആണ്. അതുപോലെ കുട്ടികൾക്കായിട്ട് സ്ട്രോങ് ആൻഡ് സ്മാർട്ട് വരുന്നുണ്ട്. പിന്നെ എല്ലുകൾക്കും പല്ലുകൾക്കും വേണ്ടി ഗ്ലൂക്കോസമീൻ, കാൽഷ്യം കോംപ്ലക്സ് വരുന്നുണ്ട്. അതുപോലെ ഇൻഡൈജഷൻ, അതുപോലെ തന്നെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ളതിനൊക്കെ അമൃതശക്തി, അതുപോലെ തന്നെ പുതിന, തുളസി, അങ്ങനെയുള്ള സപ്ലിമെന്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാവണപ്രാവശ്യം വരുന്നുണ്ട്, വൈറ്റമിൻ സി വരുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി വെൽനസ് പ്രോഡക്ട്സ് ആണ് നമുക്ക് കമ്പനി തരുന്നത്. കാരണം നമ്മുടെ മോദിക്കെയർ എന്ന് പറയുന്നത് നമുക്ക് പണം ഉണ്ടാക്കാൻ മാത്രമല്ല, ആരോഗ്യം ഉണ്ടാക്കാനും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നെക്സ്റ്റ് വരുന്ന ആക്റ്റീവ് 80. കാരണം നമ്മള് ചെടികളും പച്ചക്കറികളും ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരെല്ലാവർക്കും പച്ചക്കറി ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. അപ്പൊ നമ്മള് ചെടി വളർത്താനും അതുപോലെ തന്നെ പച്ചക്കറി നടാനും അതുപോലെ തന്നെ ഏക്കർ കണക്കിന് കൃഷി ചെയ്യാൻ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആക്റ്റീവ് 80 എന്ന് പറയുന്നത്. ആക്റ്റീവ് സൈം വരുന്നുണ്ട്. 3 തരമായിട്ടാണ് വരുന്നത്, ആക്റ്റീവ് 80, ആക്റ്റീവ് സൈം. ഇങ്ങനെ 3 തരം പ്രോഡക്റ്റ്, ആക്ടിവേറ്റർ, വെക്ടർ ആൻഡ് സ്പ്രെഡർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. സോറി, കുക്കു എയർ പ്യൂരിഫയർ, അതിനും പറയാൻ വിട്ടുപോയി. കുക്കു എയർ പ്യൂരിഫയർ എന്ന് പറയുന്നത് നമ്മുടെ ഹൈ വാല്യൂ പ്രോഡക്റ്റ് ആണ്. നമ്മുടെ വീടുകളിൽ കണ്ണുകൊണ്ട് കാണാത്ത ഒരുപാട് മലിനമായ പൊടികളും കാര്യങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അതിനെല്ലാം വലിച്ചെടുക്കുന്ന, നമ്മുടെ എയറിനെ അത്രയും പ്യൂരിഫൈ ചെയ്ത് നിർത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കുക്കു എയർ പ്യൂരിഫയർ എന്ന് പറയുന്നത്. അത്രയും ഹൈ വാല്യൂ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നമുക്ക് 3 years വാറന്റി ആണ് കുക്കു എയർ പ്യൂരിഫയറിന് കമ്പനി നമുക്ക് തരുന്നത്. ഓക്കെ, ഹോം കെയർ കാറ്റഗറി. നമ്മുടെ പാത്രങ്ങളും ഒന്നും കഴുകാത്ത ആൾക്കാരുണ്ടാവില്ല, വീട് അത്രയും ക്ലീൻ ആക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മൾ ഹോം കെയർ കാറ്റഗറിയിൽ വരുന്ന സ്പിക്ക് ആൻഡ് സ്പാൻ വരുന്നുണ്ട്, ഡെസോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ വണ്ടർ ഡ്രോപ്പ്, നമ്മുടെ ചെറുനാരങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും എക്സ്ട്രാക്ട് ആണ് വണ്ടർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രൂവെജ്, പച്ചക്കറികളൊക്കെ ക്ലീൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫ്രൂവെജ്. പിന്നെ അതിൽ എടുത്ത് പറയേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ബിയോണ്ട് ബ്ലൂ എന്ന് പറയുന്നത്. നമ്മൾ ബാത്റൂം ക്ലീനർ ആണ്. സാധാരണ ബാത്റൂം ക്ലീനർ നമുക്കറിയാം 20 minutes ക്ലീനിങ് ആണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ 90
സെക്കൻഡ് ഫോമുലയാണ്. വിത്തിൻ 3 minutes നമുക്ക് നമ്മളെ ക്ലോസറ്റ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കാറ് കഴുകാൻ ഓട്ടോ വാഷ് വരുന്നുണ്ട്, ഓട്ടോ ഗ്ലോ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈറ്റി ഇൻ വൺ വരുന്നുണ്ട്. നമ്മള് കബോർഡ്, അതുപോലെ ഫ്രിഡ്ജ്, ഓവൺ, അതൊക്കെ മൈക്രോവേവ് ഓവൺ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് മൈറ്റി ഇൻ വൺ വരുന്നത്. നമ്മൾ ഡെസോൾ എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് ക്ലീനർ ആണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെറി ക്ലീൻ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം സ്റ്റെറിലൈസ് ചെയ്യുന്ന അത്യാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ സ്റ്റെറി ക്ലീൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ സ്പിക്ക് ആൻഡ് സ്പാൻ, ബാത്റൂമിലെ കറകളൊക്കെ കളയാനും അതുപോലെ തന്നെ തീരെ നീങ്ങാത്ത കറകളൊക്കെ മാറ്റാനും ഒക്കെ ടൈൽസ് ഒക്കെ തിളങ്ങാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബേബി സ്പാ കാറ്റഗറിയാണ്. നമ്മുടെ കുട്ടികളുടെ സ്കിൻ അത്രയും ഡെലിക്കേറ്റ് ആണല്ലേ, അപ്പൊ നമ്മൾ അത്രയും നല്ലോണം കെയർ ചെയ്യുന്ന കുട്ടികളുടെ സ്കിന്നിനെയാണ്. അപ്പൊ കുട്ടികൾക്ക് വേണ്ട പൗഡേഴ്സ് അവൈലബിൾ, ബേബി പൗഡർ, ബേബി ക്രീം, ഷാംപൂ, ലോഷൻ, അതുപോലെ തന്നെ ബേബി ബാത്ത് പൗഡർ, ഓയിൽ, വൈപ്സ്, ഇതെല്ലാം നമ്മുടെ ബേബി സ്പാ കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് വാഷ് മീറ്റ് ആണ്. നമ്മുടെ തുണികൾ കഴുകാനും എല്ലാം യൂസ് ചെയ്യുന്ന വാഷിംഗ് പൗഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 in 1 ലിക്വിഡ് ക്ലീനർ വരുന്നുണ്ട്. ബാർ സോപ്പ് അവൈലബിൾ ആണ് നമ്മുടെ വാഷ് മീറ്റ് കാറ്റഗറിയിൽ. പിന്നെ വരുന്നത് ഫ്രീഡം സാനിറ്ററി നാപ്കിൻ ആണ്. 5 in 1 ടെക്നോളജി ആണ്. 8 ലെയർ പ്രൊട്ടക്ഷൻ ആണ്. കോട്ടൺ പാഡ്സ് ആണ് വരുന്നത്. നമുക്ക് ലീക്കേജ് ഇല്ലാതെ തന്നെ ഫുൾ ഡേ നമുക്കത് പാഡ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു തരത്തിലും ഹാംഫുൾ ആയിട്ടോ ഒന്നും ഈ നാപ്കിൻ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു തരത്തിലുള്ള ദോഷവും വരുന്നില്ല. 3 സൈസസിൽ അവൈലബിൾ ആണ്. മീഡിയം, ലാർജ്, എക്സൽ എന്നിങ്ങനെ 3 സൈസസിൽ അവൈലബിൾ ആണ്. 15 പാഡ്സ് ആണ് ഒരു പാക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി. പിന്നെ വരുന്ന ഫുഡ് ആൻഡ് ബെവറേജസ്. ഫുഡ് ആൻഡ് ബെവറേജ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മസാലപ്പൊടികളും ഉൾപ്പെടെ മസാലപ്പൊടി, മൺപൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരക പൗഡർ, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ എടുത്ത് വരുന്ന പ്രോഡക്റ്റ് ആണ് റൈസ് ബ്രാൻ ഓയിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിൽമ ഗീ വരുന്നുണ്ട്. പാസ്ത, അതുപോലെ തന്നെ ചായപ്പൊടി, കാപ്പിപ്പൊടി, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് സ്പ്രെഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഡി ടു കുക്ക് ഐറ്റംസ് വരുന്നുണ്ട്. ബസ്മതി അരി വരുന്നുണ്ട്. ഓട്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റീവിയ പൗഡർ വരുന്നുണ്ട്. പിക്കിൾസ് വരുന്നുണ്ട്. പിന്നെ ആംല കാൻഡീസ് അവൈലബിൾ ആണ്. ഇങ്ങനെ ഒട്ടനവധി നമ്മൾ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒട്ടനവധി പ്രോഡക്ട്സ് നമ്മുടെ ഫുഡ് ആൻഡ് ബെവറേജസ് കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിഷ മാഡം. ഓക്കെ, അടുത്തത് സോഫ്റ്റ് വാഷ് കാറ്റഗറിയാണ്. അതിൽ നമുക്ക് ഹാൻഡ് വാഷസ് അവൈലബിൾ ആണ്. 3 ഫ്രാഗ്രൻസിലാണ് വരുന്നത്. ലൈം, ഗ്രീൻ ആപ്പിൾ, അതുപോലെ തന്നെ സ്ട്രോബെറി. പിന്നെ വൈറ്റ് പേൾ സോപ്പ് വരുന്നുണ്ട്. പിന്നെ ഗ്ലിസറിൻ ആൻഡ് ഹണി സോപ്പ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ സാഷേസ് ആയിട്ട് നമ്മൾ ഹാൻഡ് വാഷസ് സാഷേസ് ആയിട്ടും അവൈലബിൾ ആണ്. പിന്നെ സോപ്സ് ഓറഞ്ച്, ലൈം, സാൻഡൽ എന്നീ ഫ്രാഗ്രൻസിലും നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രഷ് മൊമെന്റ്സിന്റെ പേസ്റ്റ്, അതുപോലെ തന്നെ 4 ഫ്രാഗ്രൻസിലാണ് പേസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ ബ്രഷസും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് സലൂൺ കാറ്റഗറിയാണ്. സലൂൺ കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഷാംപൂസ് അവൈലബിൾ ആണ്. ഡാൻഡ്രഫ് കെയർ ഷാംപൂ വരുന്നുണ്ട്. ഹെയർ ഫോൾ ഷാംപൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടീഷണർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൊറോക്കൻ അർഗൻ, നമ്മളെ ഹെയർ ട്രീറ്റ്മെന്റ് ഓയിൽ ആണ്. ശരിക്കും സ്കിൻ, നമ്മുടെ മുടിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് 40 ദിവസം ഡെയിലി യൂസിലൂടെ നമുക്ക് മുടിയുടെ ഒക്കെ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് മൊറോക്കൻ അർഗൻ ഓയിൽ. അതിന്റെ തന്നെ ഷാംപൂ, കണ്ടീഷണർ അവൈലബിൾ ആണ്. അപ്പോൾ ഷാംപൂസിന്റെ സാഷി അവൈലബിൾ ആണ്. പിന്നെ ഹന്ന പൗഡർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹെയർ കളറിംഗ് ക്രീമും അവൈലബിൾ ആണ്. പിന്നെ സലോൺ ഹെയർ ഓയിൽ വരുന്നുണ്ട്. ബദാമിന്റെ എക്സ്ട്രാക്ട് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വെലോസിറ്റി കാറ്റഗറി ആണ്. അതിൽ നമ്മൾ ജെന്റ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് വരുന്നതാണ്. അതിൽ ഷേവിംഗ് ജെൽ വരുന്നുണ്ട്, ഷേവിംഗ് ക്രീം വരുന്നുണ്ട്, ഷേവിംഗ് ബ്ലേഡ് അവൈലബിൾ ആണ്, ബിയർഡ് ഓയിൽ വരുന്നുണ്ട്, ആഫ്റ്റർ ഷേവ് വരുന്നുണ്ട്, ഡിയോഡ്രന്റ്, പൗഡർ, ഫെയർനെസ് ക്രീം എന്നിങ്ങനെ ജെന്റ്സിന് വേണ്ടി അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം നമുക്ക് വെലോസിറ്റി കാറ്റഗറിയിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നു അടുത്ത ശ്ലോക കാറ്റഗറി. നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ. നമ്മുടെ സ്കിന്നിന് ഡെയിലി സ്കിൻ കെയറും അതുപോലെ തന്നെ വീക്ക്ലി സ്കിൻ കെയറിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റിയ ഒട്ടനവധി പ്രോഡക്റ്റ്, അതായത് ക്ലെൻസർ, അതുപോലെ തന്നെ ജെല്ല്, സ്ക്രബ്, അതുപോലെ ക്ലെൻസിങ് ജെല്ല് വരുന്നുണ്ട്, വൈറ്റനിങ് ക്രീം വരുന്നുണ്ട്, അതുപോലെ ഫേഷ്യൽ കിറ്റ് വരുന്നുണ്ട്. നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോവാൻ ചിലർക്ക് സമയം കിട്ടില്ല, പിന്നെ അത്യാവശ്യം പൈസയാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വീട്ടിലിരുന്ന് ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്ന മൊറോക്കൻ ഫേഷ്യൽ
കിറ്റും ഗോൾഡൻ ഫേഷ്യൽ കിറ്റും അവൈലബിൾ ആണ്. അണ്ടർ ഐ ക്രീം വരുന്നുണ്ട്, ഷിയ ബട്ടറിന്റെ ബോഡി ക്രീം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫേഷ്യൽ മാസ്ക്സും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് എസെൻഷ്യൽ കാറ്റഗറിയാണ്. എസെൻഷ്യൽ കാറ്റഗറിയിൽ പൗഡേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ക്രീം വരുന്നുണ്ട്, ലോഷൻ വരുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന 2 തരം നമുക്ക് ക്രീംസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ക്രീം വരുന്നുണ്ട്, ഫുഡ് കെയർ ക്രീം വരുന്നുണ്ട്. അതുപോലെ അതിൽ എടുത്തു പറയേണ്ട പ്രോഡക്റ്റ് ആണ് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. കുട്ടി ഡോക്ടർ എന്ന പേരിലാണ് ടീ ട്രീ ഓയിൽ അറിയപ്പെടുന്നത്. പിന്നെ വരുന്നത് പോക്കറ്റ് സ്പ്രേ, പോക്കറ്റ് സ്പ്രേ വരുന്നുണ്ട്, ഡിയോ സ്പ്രേ വരുന്നുണ്ട്. പെർഫ്യൂംസ് അവൈലബിൾ ആണ് നമ്മുടെ എസെൻഷ്യൽ കാറ്റഗറിയിൽ. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഫ്രൂട്ട് ഓഫ് ദ എർത്ത് ആണ്. അതിലും ഈ പറഞ്ഞ പോലെ ഷാംപൂസ്, ഫ്രൂട്ട് ഓഫ് ദ എർത്തിന്റെ ഷാംപൂ, ലോഷൻ, അതുപോലെ തന്നെ കണ്ടീഷണേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അലോവേറ ജെല്ല് വരുന്നുണ്ട്, പിന്നെ ഹെന്ന പൗഡർ വരുന്നുണ്ട്, മൂർമെഡ് ഫേഷ്യൽ മാസ്ക് വരുന്നുണ്ട്, അതുപോലെ റോസ്മേരി ഫേസ് പാക്ക് വരുന്നുണ്ട്. ഒത്തിരി മുഖക്കുരു പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ വെൽനെസിന്റെ കൂടെ ഈ റോസ്മേരി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിൽ നല്ല മാറ്റം വരും. അതുപോലെ തന്നെ മൂർമെഡ് മാസ്ക് നമ്മുടെ മുഖത്തിന്, സ്കിന്നിന് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഈ ഡാർക്ക്നെസ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫ്രൂട്ട് ഓഫ് ദ എർത്ത് മൂർമെഡ് മാസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് അർബൻ കളർ കാറ്റഗറിയാണ്. നമ്മൾ ഒത്തിരി സുന്ദരിമാരും ആവാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് പാരബൻ ഫ്രീ ആണ്, അമോണിയ ഫ്രീ ആണ്, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ് അർബൻ കളർ കാറ്റഗറി എന്ന് പറയുന്നത്. ഇതിലെ പ്രൈമർ അവൈലബിൾ ആണ്, ഫൗണ്ടേഷൻ ക്രീം, കോമ്പാക്ട്, ലിപ്സ്റ്റിക്, ലിപ് ബാം, സിന്ദൂർ, കൺസീലർ, അതുപോലെ തന്നെ ബ്ലൂ ലൈറ്റ് ഷീൽഡിന്റെ ഒരു തരം ഒരു കാറ്റഗറി നമുക്ക് അവൈലബിൾ ആണ്. സിറം വരുന്നുണ്ട്, അണ്ടർ ഐ ക്രീം വരുന്നുണ്ട്, അതുപോലെ തന്നെ മാസ്ക് അവൈലബിൾ ആണ്, കാജൽ, ലിപ്സ്റ്റിക്, ലിപ് ബാം, അതുപോലെ തന്നെ നെയിൽ പോളിഷ്, ഇങ്ങനെ ഒരു ഒട്ടനവധി നമുക്ക് സുന്ദരികളാവാനും സുന്ദരന്മാരാവാൻ പറ്റുന്ന ഒട്ടനവധി പ്രോഡക്റ്റ് ആണ് അർബൻ കളർ കാറ്റഗറിയിൽ നമുക്കായി മോദി കെയർ തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ SM വാച്ചസ് വരുന്നുണ്ട്, വാച്ചസ് ആൻഡ് ബാഗ്സ്. നമ്മളെ വാച്ചസ് ഒക്കെ നമ്മൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ വാച്ചസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബാഗ്സ്, ക്ലോക്സ്, ട്രാവലിംഗ് ബാഗ്സ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ മോദി കെയറിൽ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് എൻവൈറോ ചിപ്പ് ആണ്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ചിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് മൊബൈലും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. അപ്പൊ ഈ റേഡിയേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചിപ്പാണ് എൻവൈറോ ചിപ്പ്. നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എൻവൈറോ ചിപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻവൈറോ ഗ്ലോബ്, അതായത് ഒരു ഏരിയയിൽ, ഒരു പെർട്ടിക്കുലർ ഏരിയ മൊത്തം നമുക്ക് റേഡിയേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എൻവൈറോ ഗ്ലോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് 14 കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ്. ഒത്തിരി സ്പീഡിലാണ് പോയത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റെസ്പെക്റ്റീവ് അപ്ലയൻസിനോട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം നമ്മളെ സമയപരിധി ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിച്ചു നീട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സ്ഥിരമായിട്ട് മോദി കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് കൂളായിട്ട് തന്നെ പറയാനും സാധിക്കും ഓരോ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഓരോരുത്തരും സ്വന്തമായ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളൊരു നമ്മളെ വീട്ടിലുള്ള മറ്റുള്ള പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്ന് മാറ്റി, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കോൾഗേറ്റ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അതൊക്കെ മാറ്റി നമ്മൾ ജസ്റ്റ് കമ്പനി ഒന്ന് മാറി മോദി കെയറിലോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിലൂടെ നല്ല ആരോഗ്യം കൊണ്ടുവരാൻ പറ്റും, നമുക്ക് വെൽനെസ് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് സമ്പത്തും കൊണ്ടുവരാൻ പറ്റും. Okay, thank you Nimsha madam for giving me this opportunity. Okay, thank you. Okay, thank you ഷഫ്ന മാഡം, വണ്ടർഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോ നമ്മളിപ്പം കമ്പനിയുടെ പ്രോഡക്ട്സ് ആണ് കേട്ടത്, 14 കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സ്. പറഞ്ഞു തീരാൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ എടുക്കേണ്ടി വരും, കാരണം 750 പരം പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ. അപ്പൊ പ്രൊഫൈല് നമ്മൾ കേട്ടു, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ പ്രോഡക്ട്സ് അതിനേക്കാൾ എന്താ പറയാ ബെനിഫിഷ്യൽ ആണ്, ഇന്റർനാഷണൽ ക്വാളിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം കമ്പനിയുടെ പ്രൊഫൈലും പ്രോഡക്ട്സും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ടത് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് നമ്മൾ മാറ്റി വാങ്ങി ഉപയോഗിക്കുന്നത് വഴി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത്. സമീർ മോദി സർ പറയുന്നത് മൈ ഡ്രീം ഇസ് ആസാദി ഫോർ ഓൾ. അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് എല്ലാ സാധാരണക്കാർക്കും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിത്തരിക എന്നത്. സമീർ മോദി ആസാദി പ്ലാൻ 2.0 ഇതിൽ നമുക്ക് 12 areas ഓഫ് ഇൻകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാൻ ഇൻ ദ ഇൻഡസ്ട്രി.
ഏകദേശം 72% പേ ഔട്ട് കമ്പനിയുടെ ഗ്രൂപ്പ് ബിസിനസ് വോള്യത്തിന്റെ 72% പേ ഔട്ട് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി, ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും സാധിക്കും. ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി കൊടുക്കുന്നു, ട്രെയിനിങ് സിസ്റ്റം ഉണ്ട്, സക്സസ് പ്രിൻസിപ്പിൾസ് ബൈ മോദികെയർ, നല്ലൊരു ട്രെയിനിങ് സിസ്റ്റം തന്നെ നമ്മുടെ ഈ കമ്പനിയിലുണ്ട്. 12 areas ഓഫ് ഇൻകം എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. സേവിങ്സ് ഓൺ കൺസംഷൻ, retail profit 7 to 16% accumulative performance bonus, 4% director bonus pool, 15% team bonus pool, 7% builder bonus pool, 2% travel bonus pool, 17% leadership productivity bonus pool, 5% car fund pool, 2% diamond bonus pool, 3% home bonus pool, and finally 1% yearly founder bonus pool. ചെറുതായിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് ഓൺ കൺസപ്ഷൻ. നമുക്ക് പുറത്തു നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് MRPക്കാണ് കിട്ടുക. പക്ഷെ ഇവിടെ വൺസ് നമ്മൾ മോദി കെയർ മെമ്പർ ആയി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യൻ ID പ്രൂഫ് ഉള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 ഡിജിറ്റ് MCA നമ്പർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ലൈഫ് ലോങ് മോദി കെയർ ഉൽപ്പന്നങ്ങൾ അപ് ടു 30% ഡിസ്കൗണ്ടിൽ, സേവിങ്സ് ഓൺ ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രോഡക്ട്സ് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഈ 14 കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഉൽപ്പന്നം നമ്മൾ എടുക്കുന്ന സമയത്ത് 30% വരെ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് ഓഫ് റീപർച്ചേസ് ആൻഡ് ലോയൽറ്റി പ്രോഗ്രാം. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ലോയൽറ്റി പ്രോഗ്രാം ലോയൽറ്റി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമം മോദി കെയർ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുകയാണ്. rupees 1800 1800 രൂപയുടെ മോദി കെയർ ഉൽപ്പന്നങ്ങൾ എല്ലാ മാസവും നമ്മൾ വാങ്ങിക്കുകയാണ്. അതായത് ഒരു 6 മാസം തുടർച്ചയായിട്ട് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ 12 months, ഒരു വർഷം നമ്മൾ തുടർച്ചയായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം, അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം നമുക്ക് ഫ്രീ കിട്ടും, 13ാമത്തെ മാസം നമുക്ക് ഫ്രീ കിട്ടും. അതെങ്ങനെയാണെന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ആദ്യത്തെ മാസം നമ്മൾ 7000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിക്കുന്നു, രണ്ടാമത്തെ മാസം 7000, മൂന്നാമത്തെ മാസം, നാലാമത്തെ മാസം, അഞ്ചാമത്തെ മാസം, 6ാമത്തെ മാസം നമ്മൾ 7000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 7ാമത്തെ മാസം നമുക്ക് 7000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഒരു 6 മാസം തുടർച്ചയായിട്ട് തന്നെ വാങ്ങിക്കുന്നു, 12 മാസം വാങ്ങിച്ചു, 13ാമത്തെ മാസം കമ്പനി നമുക്ക് വീണ്ടും 7000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ തരുന്നു, പ്ലസ് ആനുവൽ ലോയൽറ്റി. ആനുവൽ ലോയൽറ്റി മീൻസ് ഒരു വർഷം നമ്മുടെ കമ്പനിയുടെ സ്ഥിരം കസ്റ്റമർ ആയതിന്റെ പേരിൽ കമ്പനി വീണ്ടും ഒരു 7000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ, ടോട്ടൽ 21,000 രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ലോയൽറ്റി പ്രോഗ്രാം, ലോയൽറ്റി പ്ലസ് ആനുവൽ ലോയൽറ്റി എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്ലയൻസിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി റീപർച്ചേസ് പ്രോഗ്രാം, ഇത് ഏതൊരു വ്യക്തി ജോയിൻ ചെയ്ത് ഏതൊരു വ്യക്തി മോദി കെയർ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ഓരോ 1000 രൂപയുടെ മേലുള്ള പർച്ചേസിനും 10% ഫ്രീ ഉൽപ്പന്നങ്ങളുണ്ട്. അത് ഈ മാസം ജോയിൻ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ മാസം അവസാനം വരെ അവർക്ക് ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കാനുള്ള ഒരു അവസരമുണ്ട്. മുമ്പേ ജോയിൻ ചെയ്തിട്ടുള്ള സെപ്റ്റംബർ മന്തിന് മുമ്പേ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ 1000 രൂപയുടെ പർച്ചേസിന് ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ 1 മുതൽ 15-ാം തീയതിക്ക് ഉള്ളിലായിരിക്കണം ആ ഒരു പർച്ചേസ്. അങ്ങനെയാണെങ്കിൽ 1000 രൂപയുടെ പർച്ചേസിന് 100 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റും, 2000 രൂപയുടെ പർച്ചേസിന് 200 രൂപയുടെയും, 3000 രൂപയുടെ പർച്ചേസിന് 300 രൂപയുടെയും, 5000 രൂപയുടെ പർച്ചേസിന് 500 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഒരു ആനുകൂല്യം മറ്റൊരു മേഖലയിൽ നിന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നമുക്ക് ഈ ഒരു സ്ലാബ് വേണമെങ്കിൽ, ഓരോ സ്ലാബ് വേണമെങ്കിൽ 2 പ്രാവശ്യം നമുക്ക് നേടിയെടുക്കാം. അപ് ടു 11,000 rupees വരെയുള്ള പർച്ചേസിന് നമുക്ക് 1250 രൂപയുടെ പ്രൊഡക്ട്സ് വരെ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇതാണ് റീപർച്ചേസ് പ്രോഗ്രാം. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൽ പ്രോഫിറ്റ് അപ് ടു 30%. ഞാൻ ഓൾറെഡി പറഞ്ഞു, അപ് ടു 30% നമുക്ക് കൺസപ്ഷൻ ഉണ്ട്, സേവിങ്സ് ഉണ്ട്. ഈ സേവിങ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ പ്രോഫിറ്റ് ആക്കി മാറ്റാം. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ, മോദി കെയർ ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറുടെ പ്രൈസിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ MRPക്ക് റീറ്റെയിൽ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് 1300 രൂപക്ക് സെൽ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 300 രൂപ അവിടെ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റും ഉണ്ടാക്കിയെടുക്കാം. ഇനി മൂന്നാമത്തെ ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 to 16% അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ്. അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് 7 മുതൽ 16% നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഓരോ ലെവൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലെവൽ ചേഞ്ച് ആവും. ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൾട്ടന്റ് 7% ആണ് അവർക്ക് APV ബോണസ് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത്. 1 PV, അതായത് 1 PV മുതൽ 300 PVയുടെ ഇടയിൽ നമ്മളും നമ്മുടെ ടീം കൂടി ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഈ ഒരു ലെവലിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെവൽ സീനിയർ കൺസൾട്ടന്റ് ആവുന്ന സമയത്ത് 10% ആണ് നമുക്ക് അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് ആയിട്ട് ലഭിക്കുക. ആ ഒരു സമയം നമ്മൾ 300 to 1200 PVയുടെ ഇടയിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ നമ്മുടെ ടീം കൂടി ചെയ്യുന്ന ബിസിനസ് പോലെയാണ് ഈ തരത്തിൽ അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. സൂപ്പർവൈസർ ലെവലിൽ എത്തുന്ന സമയത്ത് 13% ആണ് നമുക്ക് APB ബോണസ് ലഭിക്കുക. 1200 to 2700 ഇടയിലായിരിക്കും നമ്മുടെ അക്യുമുലേറ്റീവ് PV വരുന്നത്. ഇനി സീനിയർ സൂപ്പർവൈസർ 15% ലെവൽ 2700 to 4000 ലെവലിലായിരിക്കും നമ്മുടെ അക്യുമുലേറ്റീവ് PV റേഞ്ച് വരുന്നത്. ഇനി ഡയറക്ടർ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് അത് 16% ആണ് നമ്മുടെ APB ബോണസ് ലഭിക്കുക. 4000 ആൻഡ് അബവ് ബിസിനസ് വോളിയം ടീമായിട്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന സമയത്താണ് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അതായത് 1,08,000 ബിസിനസ് വോളിയം അതിന്റെ മുകളിലേക്ക്. ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളും നമ്മുടെ ടീമും കൂടി ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓരോ ലെവൽസും അച്ചീവ് ചെയ്ത് പോകാൻ പറ്റും. Now let's see how these daily use products, ഈ ഒരു ഡെയിലി യൂസ് പ്രോഡക്ട്സ് നമുക്ക് എങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും, ഇതിലൂടെ എങ്ങനെ നമുക്ക് സാധിക്കും. 3 ways, 3 വഴിയുണ്ട്. കസ്റ്റമർ ആയിട്ട് നിൽക്കാം, റീറ്റെയിലർ ആവാം, ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. ഇനി പ്രൈമറി ബെനിഫിറ്റ്സ്, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അവർക്ക് എന്തെല്ലാം കാര്യം അറ്റ് ഗ്ലാൻസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 bullets, ഒരു 6 ബെനിഫിറ്റ് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നമ്മൾ കണ്ടു പ്രോഡക്ട്സ് അല്ലെ. 100% മണി ബാക്ക് ഗ്യാരണ്ടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ പ്രോഡക്ട്സിനും അപ് ടു 30% വരെ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓൺ എവറി പർച്ചേസ്, നേരത്തെ റീപർച്ചേസ് പറഞ്ഞു 10% ഫ്രീ പ്രോഡക്ട്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ലോയൽറ്റി നമ്മൾ പറഞ്ഞു, മോദി കെയർ ലോയൽറ്റി ബോണസ് ആൻഡ് അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ്, അതും നമ്മൾ പറഞ്ഞു 7 to 16% സബ്സിഡി, ക്രെഡിറ്റ്സ് ടു ബാങ്ക് അക്കൗണ്ട് ഫ്രം ഇനീഷ്യൽ പർച്ചേസ്. തുടക്കം മുതലുള്ള പർച്ചേസിലൂടെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി കൂടി ക്രെഡിറ്റ് ആവും. ഇനി എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 PV ക്ലബ് മെമ്പർ എന്നുള്ള രീതിയിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. MRP 6,480 രൂപ വില വരുന്ന MRP വില വരുന്ന മോദി കെയർ ഉൽപ്പന്നങ്ങൾ ഒരു കൺസൾട്ടന്റ്, നമ്മളൊരു കസ്റ്റമർ ആയാലോ കൺസൾട്ടന്റ് ആയാലോ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5,400 രൂപയ്ക്കാണ്. സോ നമ്മുടെ ഡിസ്കൗണ്ട് എത്രയാണ്? 1,080 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഈ ഒരു 5,400 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു റീപർച്ചേസ് ഓഫർ, ഫ്രീ പ്രോഡക്ട്സ് 600 രൂപ, 10% MRPയുടെ 10% ശരിക്കും കിട്ടുന്നത്. ഫ്രീ പ്രോഡക്ട്സ് 600 രൂപയുടെ മേലുള്ള ഫ്രീ പ്രോഡക്ട്സ് നമുക്ക് ലഭിക്കുന്നു. ലോയൽറ്റി ഫ്രീ പ്രോഡക്ട്സ്, അതായത് ഓരോ മാസത്തെ ഈ ഒരു പർച്ചേസിലൂടെ നമുക്ക് കമ്പനി 1,080 രൂപ, 5,400 ആണ് എക്സാമ്പിൾ ആണെങ്കിൽ അത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. 5,400 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് 6 മാസം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോയൽറ്റി ഫ്രീ പ്രൊഡക്റ്റിലേക്ക് കമ്പനി മാറ്റി വെക്കുന്നത് 1,080 രൂപയുടെ പ്രോഡക്ട്സ് ആണ്. ഓക്കെ, 7% പെർഫോമൻസ് ബോണസ്, ബിക്കോസ് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ കൺസൾട്ടന്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് 7% ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവരുടെ അക്കൗണ്ടിലേക്ക് കമ്പനി 189 രൂപ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ടോട്ടൽ ബെനിഫിറ്റ് ആണ് 2,949 രൂപയുടെ പ്രോഡക്ട്സ് ആയിട്ടും ക്യാഷ് ആയിട്ടും കമ്പനി നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. ഇതാണ് എക്സാമ്പിൾ. നിങ്ങൾ നോക്കി നോക്കുക, നമ്മൾ ചിലവിടുന്നത് 5,400, നമുക്ക് തിരിച്ചു ലഭിക്കുന്നത് 2,949 രൂപയുടെ ക്യാഷ് ആൻഡ് പ്രോഡക്ട്സ്. ഓക്കെ, ഇനി ഫസ്റ്റ് ലെവൽ, അതായത് 4ാമത്തെ ഒരു ഇൻകം ആണ് ഡയറക്ടർ ബോണസ് പൂൾ 4%. നമ്മുടെ കമ്പനിയുടെ ലാഭവിഹിതത്തിന്റെ ഒരു പങ്ക്, ഒരു ഷെയർ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുകയാണ്. നമ്മളും നമ്മുടെ ടീമും കൂടി 1,100 ഗ്രൂപ്പ് പോയിന്റ് വോളിയം കൊണ്ടുവരുന്ന സമയത്ത്, ഗ്രൂപ്പ് പോയിന്റ് വോളിയം അല്ല, സോറി, 4,001 നേരത്തെ ഓൾറെഡി പറഞ്ഞു, 4,001 GPV പറഞ്ഞു. ആ GPV കൊണ്ടുവരുന്ന അതേ മാസം നമ്മൾ 1,100 PGPV, അതായത് പോയിന്റ് ടീമിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾക്ക് കമ്പനി തരുന്ന ഒരു റാങ്ക് ആണ് ഡയറക്ടർ റാങ്ക്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ബോണസ് ആണ് 4% ബോണസ്. ഓക്കെ, ഇത് വ്യക്തമായിട്ട് ലീഡേഴ്സിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ മോദി കെയറിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ള ഒരു ബോണസ് ആണ്, ഒരു ഇൻകം ആണ് ടീം ബോണസ് പൂൾ 15%. ഓക്കെ, നേരത്തെ പറഞ്ഞു നമ്മൾ 16% എത്തുന്ന സമയത്താണ് നമ്മുടെ കമ്പനീന്റെ ഡയറക്ടർ ലെവൽ എത്തുന്നത്. സോ നമ്മൾ ഡയറക്ടർ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ലഭിച്ച അതേ കാര്യം നമ്മൾ നമ്മളുടെ കൂടെ വന്ന ആളുകൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താല്പര്യപ്പെടും. അങ്ങനെ നമ്മളെ കൂടെ വന്ന ഒരു വ്യക്തിനെ ക്വാളിഫൈഡ് ഡയറക്ടർ റാങ്കിലേക്ക് നമ്മൾ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ സൈഡായിട്ട്, അതായത് നമ്മുടെ മറ്റുള്ള ടീമുകളിലൂടെ ഒരു 900 പോയിന്റ് എക്സ്ട്രാ നമ്മൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ സീനിയർ ഡയറക്ടർ എന്ന റാങ്കും അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ടീം ബോണസ് പൂളായിട്ട് 15% കമ്പനി നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൽ ഒരുപാട് ജനറേഷൻസിൽ നമുക്ക് ഏകദേശം സീനിയർ ഡയറക്ടറിന്റെ അബവ് ലീഡേഴ്സിനാണ് ഈ ഒരു ടീം ബോണസ് പൂള് മാറ്റി വെച്ചിട്ടുള്ളത്.
ഇനി അടുത്തൊരു ഇൻകം ആണ് ബിൽഡർ ബോണസ് പൂൾ. ബിൽഡർ ബോണസ് പൂളും 7% ആണ് നമുക്ക് ഇതിനു വേണ്ടി കമ്പനി തന്നിട്ടുള്ളത്. 7% സീനിയർ ഡയറക്ടേഴ്സ് ആൻഡ് അബവ് ലീഡേഴ്സ് ടു പ്ലാറ്റിനം ഡയറക്ടേഴ്സ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ടീം ബോണസ് പൂള് ലഭിക്കുന്നു, അതുപോലെ തന്നെ ബിൽഡർ ബോണസ് പൂള് ലഭിക്കുന്നു. ഇനി സീനിയർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ മറ്റൊരു ഇൻകം കൂടി നമുക്ക് ലഭിക്കുകയാണ്. 7th ഇൻകം ട്രാവൽ ഫണ്ട്. എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് ജസീല മാഡം പ്രൊഫൈല് പറഞ്ഞ സമയത്ത് പറഞ്ഞു ട്രിപ്പ് പോവാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ഇന്റർനാഷണലി ആണ് കമ്പനി നമുക്ക് കൊണ്ടുവന്ന ട്രിപ്പുകൾ മുഴുവനും. അതിൽ 2% ആണ് ഈ ഒരു ട്രാവൽ ഫണ്ടിന് വേണ്ടി കമ്പനി നമുക്ക് തരുന്നത്. പെയ്ഡ് ടു ഓൾ സീനിയർ ഡയറക്ടേഴ്സ് ആൻഡ് അബവ് ലീഡേഴ്സിന് ഇത് നമ്മുടെ ടീം ബോണസ് പോയിന്റ്സിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ബോണസ് ഫണ്ട് ലഭിക്കുക. അത് 5 ജനറേഷൻ വരെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ശരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇന്റർനാഷണൽ ഫണ്ട് എന്ന് പറയുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഡയറക്ടർ റാങ്കിലേക്ക് എത്തുന്നതിലുപരി ഒരു സീനിയർ ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതിലൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു മറ്റൊരു ഇൻകം ആണ് സീനിയർ ഡയറക്ടർ ആവുകയും നമ്മുടെ ടീമിലൂടെ ഒരു ഡയറക്ടർ വരുന്ന ടീമിലൂടെ നമ്മൾ 3600 GPV 3600 ഗ്രൂപ്പ് പോയിന്റ് വോളിയം കൊണ്ടുവരികയും അഥവാ 97,200 ഗ്രൂപ്പ് ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈഡ് വോളിയം ആയിട്ട് മറ്റുള്ള ലെഗ്സിലൂടെ നമ്മൾ ഡയറക്ടർ അല്ലാത്ത നോൺ ഡയറക്ടർ ലെഗ്സിലൂടെ നമ്മൾ 900 PGPV കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നമുക്ക് തരുന്ന ഒരു മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബോണസ് ആണ് ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ്. 17% ആണ് ഇതിനു വേണ്ടി കമ്പനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. എല്ലാ സീനിയർ ഡയറക്ടേഴ്സ് ആൻഡ് അബവ് ലീഡേഴ്സിനും ഈ ഒരു ബോണസ് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ് കാർ ഫണ്ട് പൂൾ. കാർ ഫണ്ട് പൂൾ 5% ആണ് ഇതിനു വേണ്ടി കമ്പനി മാറ്റി വെച്ചിട്ടുള്ളത്. ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ജോയിൻ ചെയ്തു, നമ്മൾ ഡയറക്ടർ പോസ്റ്റിൽ എത്തിയതിനു ശേഷം നമ്മുടെ ടീമിലുള്ള 3 വ്യക്തികളെ ഈ ഒരു ഇതേ സ്ഥാനത്തേക്ക് എത്തിക്കുക, അവരെ കൈ പിടിച്ച് ഉയർത്ത് അവരെ ഡയറക്ടർ റാങ്കിലേക്ക് എത്തിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈഡ് വോളി ആയിട്ട് നമ്മളൊരു 300 PGPV കൊണ്ടുവന്നാൽ മതി. 300 PGPV ക്രിയേറ്റ് ചെയ്താൽ മതി. അതായത് നോൺ ഡയറക്ടർ ലെഗിലൂടെ 300 PGPV ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന റാങ്കിലേക്ക് എത്തുന്നു. ഇത് 3 കോൺസിക്യൂട്ടീവ് മന്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത 3 മാസങ്ങൾ, അതായത് ഈ മാസം ആയി കഴിഞ്ഞാൽ ഒക്ടോബർ ആൻഡ് നവംബർ നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ അതിനുശേഷമുള്ള ഡിസംബർ മാസം മുതൽ കമ്പനിയുടെ കാർ ഫണ്ടിന് നമ്മൾ അർഹയാവാണ്. നമുക്ക് 5% കാർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓൾ ക്വാളിഫൈഡ്, എല്ലാവരും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആവണം. 3 മാസം കോൺസിക്യൂട്ടീവ് മന്ത്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കമ്പനി നമുക്ക് 1 ലക്ഷം വരെ നമുക്ക് കാർ ഫണ്ട് തരണം. അതാണ് ക്യാപ്പിംഗ്. ക്ലിയർ? ഇനി 10th ഇൻകം ആണ് ഡയമണ്ട് ബോണസ്. 2% എക്സ്ക്ലൂസീവ് ആയിട്ട് ഡയമണ്ട്സ് ആൻഡ് അബോവ് ആയിട്ട് ലീഡേഴ്സിന് 5 ജനറേഷൻ വരെയാണ് ഈ ഒരു പൂളിന് വേണ്ടിയിട്ട് കമ്പനി മാറ്റി വെച്ചിട്ടുള്ളത്. ഇത് ഒരു ഡയമണ്ട് ഡയറക്ടർ, അതായത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീടെടുക്കുക എന്നുള്ളത്. വീടിനുള്ള ഒരു സ്വപ്നം ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്നതാണ്. ആ ഒരു ഫണ്ട് ഞാൻ അടുത്തത് ഡിസ്കസ് ചെയ്യും, ആ ഒരു ഇൻകം. അതിനു മുമ്പ് ഡയമണ്ട് ബോണസ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു, നമ്മുടെ ടീമിലുള്ള 6 ഡയറക്ടേഴ്സ് 6 ഡയറക്ടർ സ്പോൺസറിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡയറക്ടർ 6 ലെഗിൽ ഡയറക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി തരുന്ന ഒരു റാങ്ക് ആണ് ഡയമണ്ട് ഡയറക്ടർ. അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു 2% ഡയമണ്ട് ബോണസ് പൂളിനും കൂടി അർഹയാവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബോണസ് ആണ് അല്ലെ, എല്ലാവരുടെ ഒരു സ്വപ്നമാണ് വീടെടുക്കുക എന്നുള്ളത്. അപ്പൊ ഹോം ബോണസ് പൂൾ നമുക്ക് 3% തരുന്നുണ്ട് കമ്പനി. നമ്മൾ ഡയമണ്ട് ഡയറക്ടർ ആയി കഴിഞ്ഞു, അതിനുശേഷം 3 കോൺസിക്യൂട്ടീവ് മന്ത്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നതാണ്. അതായത് സെപ്റ്റംബറിൽ നമ്മൾ ആയി കഴിഞ്ഞാൽ ഒക്ടോബർ ആൻഡ് നവംബർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സെയിം 6 ലെഗ്സിൽ ഡയറക്ടേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസംബർ മാസം മുതൽ നമുക്ക് ഹൗസ് ബോണസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, 1,20,000 രൂപയാണ് ഇതിനു വേണ്ടി കമ്പനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. അതാണ് ക്യാപ്പിംഗ്. ഇനി ഇൻകം ആണ് 1 year ഇയർലി ഫൗണ്ടർ ബോണസ് പൂൾ. ക്വാളിഫിക്കേഷൻ പീരീഡ് വരുന്നത് ജനുവരി മുതൽ ഡിസംബറിനിടയിൽ ഏതെങ്കിലും ഒരു 6 മാസം കോൺസിക്യൂട്ടീവ് മന്ത്സ് വേണമെന്നില്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള 6 മന്ത്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 1% നമ്മൾ എലിജിബിൾ ആവും. ഡയമണ്ട് ഡയറക്ടർ തന്നെയാണ് ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത്. സോ എല്ലാവരും ഈ ഒരു ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സൂപ്പർ ആയിട്ടുള്ള ഒരു ബോണസ് ആണ്. മിനിമം നമ്മൾ ഡയറക്ടർ അല്ലെങ്കിൽ സീനിയർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എയിം ചെയ്യേണ്ടത് ഈ ഒരു ഫണ്ടിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫണ്ട് നമ്മൾ നേടിയെടുത്താൽ എല്ലാ വരുമാനം, കേരളത്തിലുള്ള എല്ലാ വരുമാനവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി ഇത് കമ്പനിക്ക് നമുക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ട്.
നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് പ്രിൻസിപ്പിൾ ബൈ മോദിക്കർ. ഈ ഒരു SPBM അക്കാദമി തന്നെ നമുക്ക് ഒരുപാട് അധികം പ്രോഗ്രാമുകൾ, ട്രെയിനിങ് പ്രോഗ്രാംസ് നമുക്ക് തരുന്നുണ്ട്. പ്രോഡക്റ്റ് ട്രെയിനിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ പരിവർത്തൻ പ്രോഗ്രാം ഉണ്ട്. ഒരു വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവർ അറ്റൻഡ് ചെയ്യേണ്ട പ്രോഗ്രാംസ് ആണ് പരിവർത്തൻ, അതുപോലെ തന്നെ ശുരുവാത്. ആ വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതുപോലെ റഫ്താർ, സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ബിസിനസ്സിൽ സ്പീഡ് കൂട്ടി ലെവൽസ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളത്, അതുപോലെ ഉഡാൻ, ഗോ ഡയമണ്ട് വർക്ക്ഷോപ്പ്, അതുപോലെ സങ്കൽ, അതുപോലെ ഒരുപാട് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ്, ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് വെൽനസ്, ഇതൊക്കെ SPBM അക്കാദമിയിൽ അവൈലബിൾ ആണ്. റെക്കഗ്നീഷൻ റോഡ് മാപ്പ്, അതായത് നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ, കമ്പനി ഇവന്റ്സ് തന്നെ ഒരുപാട് വരുന്നുണ്ട്. ആസാദി മഹോത്സവ്, നാഷണൽ കൺവെൻഷൻ, ജഷ്നെ ആസാദി, റീജിയണൽ കൺവെൻഷൻസ്, പെഹ്ചാൻ, ഇതുപോലെ തന്നെ ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരുപാട് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ SPBM അക്കാദമി തന്നെ തരുന്നുണ്ട്. അതും കൂടാതെ നമ്മുടെ മെന്റർഷിപ്പ്, നമ്മുടെ ജിഷാദ് സാറിന്റെ, ദിനേശ് സാറിന്റെ മെന്റർഷിപ്പിൽ നമുക്ക് ഒരുപാട് അധികം പ്രോഗ്രാംസ്, ഇത് തന്നെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൂം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എവ്രി ഡേ രാത്രി 8 മണിക്കുള്ള ഒരു പ്രോഗ്രാം. ഇതും സിസ്റ്റത്തിന്റെ ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അതുപോലെ നമ്മുടെ ലീഡേഴ്സ് നമുക്ക് തരുന്ന പ്രോഗ്രാം, ഓഫ്ലൈൻ ആണ്, ഓൺലൈൻ ഇവന്റ്സ്, ഇതെല്ലാം സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് ലെവൽ ലീഡർഷിപ്പിലേക്ക് പോകാനും നല്ലൊരു വരുമാനത്തിലേക്ക് എത്താനും സാധിക്കും. നമ്മുടെ സമീർ മോദി സാർ പറയുന്നത്, മോദിക്കർ ഗ്രോത്ത് റെവല്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മൾ ഓരോരുത്തരെയും. വിത്ത് എവറി സ്റ്റെപ്പ് യു ടേക്ക് ഐ വിൽ ടേക്ക് ടു. നിങ്ങൾ വെക്കുന്ന ഓരോ ചുവടുകളിലും നിങ്ങളുടെ കൂടെ 2 ചുവട് വെച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ പരം ഒന്നും നമുക്ക് ഇനി കേൾക്കാനില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു വാക്ക് തരുന്ന, കൂടെ നിൽക്കുന്ന ഒരു ചെയർമാൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാവർക്കും മോദിക്കർ ബിസിനസ്സിൽ വലിയ വിജയം ഉണ്ടാക്കി തരാൻ ഇതിൽ പരം നമുക്കൊന്നും വേണ്ട. കാരണം പ്രത്യേകിച്ച് ഇതൊരു വിമൻ എംപവർമെന്റ് പ്രോഗ്രാം ആണ്. അപ്പം എല്ലാ സ്ത്രീകൾക്കും വലിയൊരു സ്വപ്നമാണ് ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ടൊന്ന് ഏൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും നേരം കേട്ടത് മോദിക്കർ എന്ന കമ്പനിയുടെ പ്രൊഫൈൽ, പ്രോഡക്റ്റ് ആൻഡ് ഇൻകം പ്ലാൻ ആണ്. നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ലീഡേഴ്സിനടുത്ത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇരിക്കാൻ തയ്യാറാവുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനുണ്ട്. താല്പര്യത്തോടു കൂടി ഒരു ബിസിനസ്സിലേക്ക് വരാം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് നിമിഷ ഷിബാസ്, സ്വദേശം കോഴിക്കോട് മീഞ്ചന്റെ ആണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഏകദേശം 5 വർഷം പൂർത്തിയാവാറായി. ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. 2 കുട്ടികളുടെ അമ്മയാണ്. ഒരു പ്രത്യേകിച്ച് സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സാധാരണ നോർമൽ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള അനീഷ് സാറും സ്മിത മാഡം ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. തുടക്കത്തിൽ മോദി കെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രീനെ കുറിച്ച് യാതൊരു അറിവില്ലാതിരുന്ന ഞാൻ ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനിടയായത് ആദ്യം പ്രോഡക്ട്സ് ഉപയോഗിച്ചതിന് ശേഷമാണ്. പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി അത്രയും വർത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അപ്ലയൻസിന്റെ നിർബന്ധമായിട്ടുള്ള ഫോളോപ്പിന്റെ ഭാഗമായിട്ട് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാർക്കും സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഇതിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് വന്നു. കാരണം പഠനശേഷം മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒരു തരത്തിലുള്ള ഏർണിങ്സും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ എനിക്കും സ്വന്തമായിട്ട് ഏൺ ചെയ്യാം, സ്വന്തം കാലിൽ നിൽക്കാം, അതുപോലെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. ഒരുപാട് പേരോട് ഞാൻ ബിസിനസ് പറയാൻ തുടങ്ങി. കുറെ പേര് റിജക്ട് ചെയ്ത്, കുറെ പേര് കളിയാക്കി. കാരണം ഒരു BSc കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആയ ഞാൻ അതിനുശേഷം ഇതാണോ ചെയ്യുന്നത്, സോപ്പും പേസ്റ്റും വിൽക്കുന്ന പരിപാടിയിലേക്കാണോ ഇറങ്ങിയത് എന്നുള്ള ചോദ്യം വരെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോം അത്രയും സൂപ്പർബ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ ജിഷാദ് സാറിന്റെ നെറ്റ്വർക്ക് എനർജി വർക്ക്ഷോപ്പ്, അതുപോലെ ദിനേശ് സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാംസ്, എന്റെ മെന്റേഴ്സ് ആയിട്ടുള്ള വിജീഷ് സാർ, അനീഷ് സാർ, അതുപോലെ തന്നെ എന്റെ കൂടെ വന്ന ടീം മെമ്പേഴ്സ്, ഇന്ന് കട്ടക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന 5 വർഷമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. സോ ഇത്തരത്തിൽ ഒരുപാട് വീട്ടമ്മമാർക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരു വരുമാനം എനിക്കൊരു ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. മോദികർ ബിസിനസ്സിലൂടെ 22 ലക്ഷം രൂപയുടെ കിയ സെൽറ്റോസ് ഫുള്ളി ഓട്ടോമാറ്റിക് GTX+ ഓട്ടോമാറ്റിക് കാർ എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. എന്റെ സ്വപ്നം കാറ് മാത്രമല്ല, കാറ് ഞാൻ നേടിയെടുത്തുവെങ്കിൽ എന്റെ കൂടെ വന്ന 3 വീട്ടമ്മമാർക്ക് അതുപോലെ തന്നെ 10 ലക്ഷം രൂപ മേലെ വില വരുന്ന കാർ എനിക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചു. മാത്രമല്ല ഇന്റർനാഷണൽ ട്രിപ്പിനെ കുറിച്ച് ഓൾറെഡി ഇവിടെ ഞാൻ തന്നെ പറഞ്ഞു. ഇന്റർനാഷണൽ ട്രിപ്പ് ഫസ്റ്റ് ഞാൻ അച്ചീവ് ചെയ്തു, മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ചെയ്തു. പക്ഷെ കൊറോണ വന്ന കാരണം പോകാൻ സാധിക്കാത്തതിൽ കമ്പനി നമുക്ക് സമീർ മോദി സാർ എല്ലാ മലേഷ്യൻ ട്രിപ്പ് അച്ചീവേഴ്സിനും 50,000 റുപ്പീസ് ആണ് ആ ഒരു കൊറോണ ടൈമിൽ എൻകാഷ്മെന്റ് ചെയ്തു തന്നത്. അതും ആ ഒരു സമയത്ത് വലിയൊരു അനുഗ്രഹമായി. അതിനുശേഷം ഗോവ ട്രിപ്പ് അച്ചീവ് ചെയ്തു. ഇപ്പൊ എന്റെ ടീമിൽ ഒരുപാട് പേര് കോർഡിലിയ ക്രൂയിസ്, ഇന്ത്യയിലെ ഏറ്റവും ലക്ഷറസ് ആയിട്ടുള്ള ഒരു ഷിപ്പിലെ ക്രൂയിസിലേക്ക് റേസിംഗിലാണ്. ഡിസംബറോട് കൂടിയിട്ട് ഒരുപാട് പേര് ഈ ഒരു ക്വാളിഫിക്കേഷനിലെത്തും.
ഞാനും ദുബായ് ട്രിപ്പിലെ റേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കേട്ട എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സിന്റെ കൂടെ നിങ്ങൾ ഇരിക്കാൻ തയ്യാറാവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ് ആണ്. ബിക്കോസ് അത്രയും നല്ലൊരു സിസ്റ്റം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ 10 വർഷം മോദി കെയർ ബിസിനസ്സിൽ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള 10 വർഷത്തെ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഉള്ള മെന്റേഴ്സിന്റെ ആ ഒരു മെന്റർഷിപ്പിലാണ് നമ്മളുള്ളത്. ജിഷാദ് ബക്കർ സാർ ആൻഡ് ദിനേശ് നാരായണൻ സാർ ഒരു പബ്ലിക് ഫിഗേഴ്സ് ആണ് രണ്ടുപേരും. നിങ്ങൾക്ക് ശരിക്കും നോക്കിയൊക്കെ മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ, അവരുടെ ജേർണിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടാക്കി. അവര് മുഖേന ഒരുപാട് പേർക്ക് ചെറുതും വലുതുമായിട്ടുള്ള വരുമാനങ്ങൾ, ഏകദേശം 186 കാർ അച്ചീവേഴ്സ് ഇന്ന് കേരളത്തിലും പുറത്തുമായിട്ട് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഏകദേശം 65-ലധികം മില്യണർ ക്ലബ് മെമ്പേഴ്സിനെ സൃഷ്ടിച്ച മെന്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഹൗസ് ഫണ്ട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മെന്റർഷിപ്പിലാണ് നമ്മളുള്ളത്. അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുള്ള പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ലീഡേഴ്സിന്റെ അടുത്ത് കൂടെ ഇരിക്കാൻ നിർബന്ധമായിട്ട് ഒരു 10-15 മിനിറ്റ് ഇരിക്കാൻ തയ്യാറാവുക. അത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഇത്രയും നേരം പ്രോഗ്രാം കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ ഒരുപാട് നന്ദി. എന്റെ മെന്റേഴ്സ് ആയിട്ടുള്ള ജിഷാദ് സാറിന്റെ അടുത്തും ദിനേശ് സാറിന്റെ അടുത്തും, എന്റെ ലീഡേഴ്സ് വിജീഷ് സാറിനോടും അനീഷ് സാറിനോടും സ്മിത മാഡത്തിനോടും എന്റെ ഗ്രേറ്റ് ടീം മെമ്പേഴ്സിനോടും എന്റെ ഫാമിലിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മോദി കെയർ. സൈനിങ് ഓഫ്, നിമിഷ ശിബാസ്. Thank you, madam. Thank you, madam. Thank you, madam. Thank you, madam. Thank you. Madam. Thank you. Thank you, madam. Thank you, madam.